السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ഉറക്കം അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. ആ ഉറക്കിൽ നമ്മെ ശല്യം ചെയ്യാൻ വേണ്ടി പിശാച് പരനിലക്കും ശ്രമിക്കും. എത്രത്തോളം കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളെ നിസ്കാരം മുടക്കാൻ വേണ്ടി, സുബഹി ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിക്കുന്ന വ്യക്തിയെ ആ ജമാഅത്ത് മുടക്കാൻ വേണ്ടി, വിശുദ്ധ ഖുർആൻ അത്തായ സമയത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വ്യക്തിയെ അതിൽ നിന്ന് മുടക്കാൻ വേണ്ടി അവൻ ഓരോ മനുഷ്യനും കിടന്നുറങ്ങുമ്പോൾ അവനടുക്കൽ വന്നുകൊണ്ട് 3 കെട്ട് അവൻ കെട്ടിയിടും. എന്നിട്ട് പറയുമത്രേ, ഫർഖുദ്, നീ ഉറങ്ങിക്കോ, രാത്രി ഇഷ്ടം പോലെ സമയമുണ്ട്, ഇനി സുബ്ഹി ബാങ്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അപ്രകാരം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവൻ്റെ ഈ ശർറിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ എന്നുള്ള ഈ ദിക്ർ അത് ചൊല്ലലോടുകൂടെ അവൻ കെട്ടിവെച്ച 3 കെട്ടിൽ നിന്നും ഒരു കെട്ട് അഴിഞ്ഞു പോകും. ആ കെട്ടയ്യലോടുകൂടെ പിന്നീട് നാം ഉളു ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഉളു അപൂർണമായി ഉണ്ടാക്കലോടുകൂടെ രണ്ടാമത്തെ കെട്ടും അവൻ നമ്മുടെ ഇബാദത്തുകൾ മുടക്കാൻ നമ്മുടെ തഹജ്ജുദും നമ്മുടെ ഇസ്തിഗ്ഫാറും തൗബയും അതുപോലെ തന്നെ നമ്മുടെ സുബ്ഹിൻ്റെ ജമാഅത്തുമൊക്കെ മുടക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഉളു ഉണ്ടാക്കിയിട്ട് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ 3ാമത്തെ കെട്ടും അഴിഞ്ഞുപോയി. അന്നത്തെ ദിവസം വളരെ ഉന്മേഷത്തോടെ സന്തോഷത്തോടുകൂടെ അദ്ദേഹത്തിന് പ്രഭാതം പുലരിയെത്താൻ അവന് സാധ്യമാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അന്നത്തെ ദിവസം എനിക്ക് വലിയ ഉന്മേഷമായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. കാരണം നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി കഴിഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞു, ഇസ്തിഗ്ഫാർ നടത്താൻ കഴിഞ്ഞു, റബ്ബിനോട് തൗബ ചെയ്ത് കരഞ്ഞ് ദുആ ചെയ്യാൻ സാധിച്ചു, അല്പമെങ്കിലും ഖുർആൻ ഓതാൻ സാധിച്ചുവല്ലോ. അൽഹംദുലില്ലാഹ് നിലക്കും മാനസികമായി വലിയ സന്തോഷം അദ്ദേഹത്തിനുണ്ടാകും. ഇനി അതൊന്നും ചെയ്യാതെ പിശാചിൻ്റെ ഈ ഷർറിൽ കുടുങ്ങിക്കൊണ്ട്, അവൻ്റെ ഈ കെണിവലയിൽ കുടുങ്ങിക്കൊണ്ട് കിടന്നുറങ്ങി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റില്ല, സുബ്ഹിൻ്റെ ജമാഅത്തും നഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ സുബ്ഹി തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലായി കഴിഞ്ഞാലോ അന്നത്തെ ദിവസം എല്ലാ നിലക്കും അവനക്ക് മാനസികമായി വലിയ ക്ലേശമായിരിക്കും, വലിയ പ്രയാസമായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ അന്ന് ഒരു വറക്കത്തും ഉണ്ടാവുകയില്ല. കച്ചവടം ചെയ്യുന്നവനാണെങ്കിലും കൃഷി ചെയ്യുന്നവനാണെങ്കിലും മറ്റേത് തൊഴിൽ ചെയ്യുന്ന ആളാണ് എങ്കിലും അന്നത്തെ ദിവസത്തെ അത് വലിയ എല്ലാ വറക്കത്തും എടുത്തു കളയപ്പെട്ട രൂപത്തിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങുമ്പോൾ തന്നെ വുളൂഓടുകൂടെ ദിക്റുകളൊക്കെ ചൊല്ലി സുബ്ഹിക്ക് മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ കഴിയണം എന്ന നല്ല നിയ്യത്തോടുകൂടെ കിടന്നുറങ്ങുക. എല്ലാ ശൈത്താൻ്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദിക്റുകളൊക്കെ ചൊല്ലിക്കിടന്നുറങ്ങി നേരത്തെ തന്നെ എഴുന്നേറ്റ് പറയപ്പെട്ടതുപോലെ ദിക്റുകൾ ചൊല്ലി വുളൂ ഉണ്ടാക്കി നിസ്കാരം നിർവഹിച്ച് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി ഖുർആൻ ഓതിയൊക്കെ ദുആ ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചാൽ എല്ലാ ദിവസവും ഇപ്രകാരം ചെയ്യുന്ന വ്യക്തിക്ക് സന്തോഷത്തോടെ ഉന്മേഷത്തോടെ റാഹത്തോടുകൂടെ ഓരോ ദിവസവും കഴിഞ്ഞുകൂടാൻ അവന് സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പൈശാചികമായ സർവ്വ ശർറുകളിൽ നിന്ന് നമ്മളെയും ബന്ധപ്പെട്ട സർവ്വരെയും അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.